ഹലോ ഗൈസ്, ബ്രിട്ടീഷ് മലബാരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രോമറിലാണ്. നമ്മുടെ ക്രോമർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലത്തെ ജെം ഓഫ് നോർഫോക്ക് എന്ന് പറയും. അതായത് ഇവിടുത്തെ മാക്സിമം ക്ലിഫിലത്തെ ആ ഒരു ഭൂമിയും സോയിലൊക്കെ കുറേ ഫോസിൽസ് ഉണ്ടാവും, കുറേ ജെം സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജെം ഓഫ് നോർഫോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രോമറത്തെ സൂവിലോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൂവിൻ്റെ വിശേഷങ്ങൾ കാണാൻ പോവാം. കമാ. അപ്പോൾ ഇതാണ് നമ്മുടെ സൂവിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പണിംഗ് വരുന്നത് 10 മണി തൊട്ട് ലാസ്റ്റ് അഡ്മിഷൻ 3:30-ക്കാണ്. 5 മണിക്കാണ് ക്ലോസ് ആവുന്നത്. അപ്പോൾ 1 hour ബിഫോറാണ് എൻട്രി ഇവിടുത്തെ ക്ലോസ് ചെയ്യും. അങ്ങനെ 1 മണിക്കൂറെങ്കിലും വേണം ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ആ ഭാഗത്തുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ പെർ ഹെഡ് 18 pounds ആണ്. 18 pounds എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 2000 ഇതിൻ്റെ സൈഡിൽ തന്നെ ലേക്സ് ഉണ്ട്, വേണ്ട സ്വാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ കുറേ സ്റ്റോൾസ് ഉണ്ട് ചെറുതായിട്ട്. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമൽസിൻ്റെ ചെറിയ ചെറിയ പ്രതിമയൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് ഹോം ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ചാന്ദ്രി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ല സ്റ്റോൾസിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ലിസാർഡ്സിൻ്റെ വലിയൊരു മോഡലുണ്ട്, മോണിറ്റർ ലിസാർഡ്സിൻ്റെ. പിന്നെ ഇവിടെ നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ കൗണ്ടറിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. സൂവിലത്തെ ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ പറഞ്ഞാൽ നമുക്ക് സൂവിൽ വീഡിയോഗ്രാഫി അലൗഡാണ്. അതുകൂടാതെ ഇതാണ് നമ്മുടെ ഫീഡിങ് ടൈം. അതായത് ഓട്ടേഴ്സും അവർക്കൊക്കെ ഫീഡ് ചെയ്യേണ്ടത് 12:30-ക്കാണ്. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സൂവിലോട്ടേക്ക് പോവാം. ഇപ്പോൾ സൂവിൽ വരുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഇവിടെ ജംഗൽ കഫേ ഉണ്ട്. അതുകൂടാതെ നമുക്ക് നേരത്തെ കാണിച്ച സ്റ്റോർസ് ഉണ്ടല്ലോ, അത് ഇതിൽ കൂടെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ നിന്ന് വേറൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ചില ഭാഗത്ത് അനിമൽ ഫ്രീ ആയിട്ട് റൂം ചെയ്യും. അപ്പോൾ അവരിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അല്ലാതെ തൊടാനും പാടില്ല എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഓസ്ട്രിച്ച് മേത്ത് ഇതാണ്. പിന്നെ ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ പാരറ്റ്സ് മാതിരി ആമസോണ പാരറ്റ്സ് കണ്ടോന്നറിയില്ല. ഇതാണ് നമ്മുടെ ഓറഞ്ച് വിങ്ഡ് ആമസോണ പാരറ്റ്. പിന്നെ ഇവിടെ വരുന്നത് ഗ്രേറ്റോറിയ, നമ്മുടെ ഓസ്ട്രിച്ച് മേടുത്ത ഒരു അനിമലാണ്. സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റും നോക്കാം. കണ്ടോ, നമുക്കിപ്പോൾ നല്ലൊരു കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓസ്ട്രിച്ച് മേടുത്തത് ഇത് നമ്മുടെ ഇതിൻ്റെ പേരാണ് ഗ്രേറ്റോറിയ. നമുക്ക് ഗ്രേറ്റോറിയൻ്റെ കുറച്ചും കൂടി ക്ലോസപ്പ് വീഡിയോ ആണിത്. ശരിക്കും ഒരു ഓസ്ട്രിച്ചിൻ്റെ ഒരു ലുക്കാണ്. ഇനി അടുത്തതാണ് ജാഗ്വർ. ജാഗ്വറിനെ കാണാൻ പോവാം. ജാഗ്വറിൻ്റെ ഒരു ക്ലോസപ്പ് വീഡിയോ. ജാഗ്വർ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ ആളിന്. വാ ഹായാ. ഓ എന്താ, ആള് ഭയങ്കര ബഹളത്തിലാണ്. അപ്പോൾ ഈ വഴിയാണ് മെയിനായിട്ടൊരു എൻട്രൻസ്. നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ സൂവിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ഫസ്റ്റ് എൻട്രി വരുന്നത്. അപ്പോൾ അവർ നമുക്ക് മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ 1, 2 എന്നുള്ള നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ബെറ്റ് നമുക്ക് ടൂർ കിട്ടും. ഫസ്റ്റ് വരുന്നത് ഇവിടുത്തെ മങ്കിയാണ്. ഇത് ഒരു ടോയ് മങ്കി മയിലാണ്. ഇതാണ് എൻ്റെ പേര്, ആ സ്പീഷീസിൻ്റെ പേര്. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. കണ്ടില്ലേ, നമ്മളെ ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടോ, നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ 2 പേര് മുകളിലിരിക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ ക്ലിയർ അടിക്കുന്നുണ്ട്.
എൻ്റെ അപ്പുറത്തും ചെറിയ ഒരു പോണ്ട് മാതിരി ഉണ്ട്. ആ പോണ്ടിൽ ഫ്ലെമിംഗോസ് കണ്ടാ, ഫ്ലെമിംഗോസ് ഉണ്ട് അവിടെ, പിങ്ക് കളറ് ഫ്ലെമിംഗോസ് ഉണ്ട്. കുറച്ച് ഡക്സ് നീന്തുന്നുണ്ട്, സ്വാൻസ് ഉണ്ട്. നമ്മൾ ഫ്ലെമിംഗോ ഈ ഒരു പിങ്ക് കളർ കണ്ട ഫ്ലെമിംഗോസ് ഉണ്ട്. പിന്നെ കുറച്ച് ഡക്കുകൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, നീന്തിയിട്ട് അന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡക്സ് കുറച്ച് വിശ്രമിക്കുന്നു. ഇവിടെ അവിടെ ഫ്ലെമിംഗോ ഉണ്ട്, അവിടെയുണ്ട്. സ്പീഡുണ്ടാവും, നമുക്ക് ഫ്ലെമിംഗോൻ്റെ നല്ലൊരു വീഡിയോ കിട്ടും. യെസ്, കണ്ടോ അടിപൊളിയായിട്ടില്ല ഫ്ലെമിംഗോ. എൻ്റെ സൈഡിൽ തന്നെ ഡക്സ് നീന്തുന്നുണ്ട്. ചെറിയൊരു ലേക്ക് ഉണ്ട്, ദൂരെ വേറൊരു ഫ്ലെമിംഗോ അങ്ങനെ നീന്തുന്നു. ഇത് ചെറിയ ചെറിയ മീനുകളിനൊക്കെ പിടിക്കുകയാണ് ഇതിൽ, വെള്ളത്തിലുള്ള പോണ്ടിലുള്ള നാച്ചുറൽ ബ്യൂട്ടിഫുള്ളായിട്ട് റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൂ കുറച്ച് ഓപ്പണാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറേ വിസ്ലിംഗ് ഫ്ലെമിംഗോസ് ഇങ്ങനെ അവരുടെ ഫെദറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലേ. വിസ്ലിംഗ് ഡക്സ് കുറച്ച് അവരിങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അവരുടെ തല ആ ഫെദറിൻ്റെ ഉള്ളിലോട്ടേക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കട്ടെ. തോന്നുന്നു യെസ്, അപ്പം ഇനി നമുക്ക് ബാക്കി സൂവിൻ്റെ വിശേഷങ്ങൾ കാണാം. ശരിക്കും ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് മാതിരിയാണ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നവർ. നല്ല പോണ്ട്, അതിൽ ഫ്രീ ആയിട്ട് റൂം ചെയ്യുന്ന ഡക്സും ഫ്ലെമിംഗോസും എല്ലാം. ചെറിയ ചെറിയ കപ്പി മീൻസും ഇത് കുറേ കാണുന്നുണ്ട് ചെറുത്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഈഗിൾ വോൾച്ചേഴ്സിൻ്റെ മേടത്തുള്ള ഇതിനാണ് കാണുന്നത്. കുറച്ച് നേരം ഇത് സൗണ്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഉണ്ടല്ലേ, ക്യൂട്ടായിട്ട്. ദീസ് അനിമൽസ് മേ ബൈറ്റ്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിലോട്ടേക്ക് വിരലിട്ട് നോക്കാൻ പാടില്ല അല്ലേ. വാവ്, വെറുതെ അല്ലത് നല്ല സൗണ്ട് ഉണ്ടാക്കണേ. ഇത് സദേൺ സ്ക്രീമേഴ്സ് എന്നാണ് എൻ്റെ പേര്. ഇത് നന്നായിട്ട് നിലവിളിക്കും. ഈ ഫുൾ സൂവിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന പക്ഷികളായിരുന്നു ഇത്, നമ്മുടെ സദേൺ. കേട്ടോ, ഭയങ്കര ദേഷ്യം കാണിക്കുന്നുണ്ടാ. യോ, പിന്നെ അടുത്ത് വരുന്നതാണ് സ്ട്രിയേറ്റഡ് ഖരഖര. നമ്മുടെ ഒരു ഈഗിളിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരും, കാണുന്നുണ്ടോ? ഇതാണ് സ്ട്രിയേറ്റഡ് ഖരഖര. പിന്നെ നമ്മൾ ആ വൾച്ചേഴ്സും ഈഗിളിനൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ കുട്ടികൾക്ക് കുറച്ച് കളിക്കാനുള്ള പാർക്കുണ്ട്, ഫാമിലീനൊക്കെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഊഞ്ഞാലും ബെഞ്ചസും, ആൾക്കാർക്ക് വന്നിട്ട് ലഞ്ച് കഴിക്കണമെങ്കിൽ സ്നാക്സൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ മറ്റേ സ്കേറ്റിങ്ങിൻ്റെ ആ ഒരിതും ബെഞ്ചസ്. പിന്നെ അവിടെ കുറച്ച് ക്ലൈമ്പിങ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് നല്ലൊരു ഇതാണ്, എൻജോയ്മെൻറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒന്നുണ്ട്, ഒരു വലിയ റോഡൻ സ്പീഷീസിലോട്ടൊക്കെ വരുന്ന അനിമലാണിത്. ഇതിൻ്റെ പേരെന്താ നമുക്ക് ഇവിടെ വായിച്ച് നോക്കാം. ഹൂ ലിവ്സ് ഹിയർ? സാന്റിയാഗോ ഉണ്ട്, ജെൻറി ഉണ്ട്, പിയേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ പേരാണിത്. സാന്റിയാഗോ ജെൻറീസ് അല്ല, നമ്മുടെ കുട്ടപ്പന്മാർ റോഡൻ സ്പീഷീസിലുള്ള ആൾക്കാരാണിത്. വലിയ റോഡൻ സ്പീഷീസ് ഉണ്ട്.
ഇവർക്ക് തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് വലിയ ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട്, ഓപ്പൺ സ്പേസ് കണ്ട, ഫ്രീ ആയിട്ട് മൂവ് അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പൺ സ്പേസിൽ എന്താണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അനിമൽസ്, അതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ റാബിറ്റ്സ്. കണ്ടില്ലേ, ഇവിടെ ഹെയർ ആണ്. റാബിറ്റ്സ് തന്നെ കുറച്ചും കൂടി ഒരു എന്താണ് ചെറിയൊരു ടൈപ്പാണ്. ഇത് നമ്മുടെ വൈൽഡിലൊക്കെ കാണാൻ പറ്റുന്ന ഹെയർ അതാണിത്. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, തൊടാനും പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസപ്പ് വീഡിയോസ് കാണിച്ചു തരാം. കണ്ടില്ല, നമ്മുടെ വലിയ സൈസ് കാട്ടിലത്തെ റാബിറ്റ്സ്. നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഇതുണ്ട്, കുറേ ഫ്രീ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്നാമത് ഈ നോർഫോക്ക് എന്ന് പറയുന്ന ഈ കൗൺസിൽ, അതായത് നമ്മുടെ ക്രോമറിലായാലും ഹൈൽഷ്യത്തിലായാലും നോർത്ത് വെൽഷ്യത്തിലായാലും ഇവിടെ എല്ലായിടത്തും നമുക്ക് പാടത്ത് ഇതേ രീതിയിൽ റാബിറ്റ്സും എന്താണ് ഹെയർസും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും ഫ്രീ ആയിട്ട്. എന്നാൽ ഇവിടുത്തെ ഒരു നമ്മുടെ ഡിയേഴ്സില്ലേ, മാനുകൾ ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്ന മാതിരി ഇവിടെ ഹെയർസ് ഇതേ രീതിയിൽ നടക്കുന്നുണ്ട്. സ്കൂൾ ഇതല്ലേ തുടർന്നതിന് ഇവിടുത്തെ കുരങ്ങൻ്റെ സെക്ഷൻ തന്നെയാണ്. വീണ്ടും മറ്റേ ടഫ്റ്റഡ് കാപ്പുച്ചിൻ ആള് കുറച്ച് ദേഷ്യത്തിലാണ് ഇവിടെ കാണുന്നില്ല. ഗ്ലാസ്സിൽ ഭയങ്കര മങ്ങിയുണ്ട്, നല്ല രീതിയിൽ അടിപൊളി. രണ്ടുപേരും വന്നിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. കൂളായി രണ്ടുപേരും ഇന്ന് കഴിക്കുന്നുണ്ടോ. ഗ്ലാസ് പിന്നെ ഈ മഞ്ഞ് കാരണം കൊണ്ട് കുറച്ച് ഇതായി. ഇത് വന്നിട്ടുണ്ട്, ഹായ് കണ്ടോ, നമ്മളെ കണ്ടിട്ട് ഒരാൾ അടുത്ത് വന്നു. ഹായ് മാൻ. നമുക്ക് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യണം, നമുക്ക് ഇനി അടുത്ത കാഴ്ചകളിലോട്ടേക്ക് പോകാം. നിൽക്കുന്ന ഒരു നേരം സർക്കസ് കളിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി. വീണ്ടും അവർ ഓടാൻ തുടങ്ങി. സോ ഇതാണ് നമ്മുടെ കൊളംബിയൻ ബ്ലാക്ക് സ്പൈഡർ മക്കി. ഇത്ര നേരം ഒരു ഫുൾ ഒരേ ചാട്ടമായിരുന്നു, സർക്കസ് കാണിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ, ചാടി 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 പോകുന്നുണ്ട്. ടയറിലൊക്കെ കടന്നിട്ട് ഫുൾ ജിംനാസ്റ്റിക് മാതിരി കളിക്കുകയായിരുന്നു. ഹായ് ഹലോ, നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടില്ലേ കൂളായിട്ട് പോകുന്നത്, ഫുൾ ഇതാണ് ജിംനാസ്റ്റിക് മാതിരിയാണ് കളിക്കുന്നത്. നമുക്ക് ഇവരെ വിളിക്കാം. അവരവരുടെ കേജിലോട്ടേക്ക് പോയിട്ടുണ്ട്. കേജിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ക്ലിയർ വീഡിയോ കിട്ടില്ല. കേജിൽ നിന്ന് പോയി, ഇതാണ് അവരുടെ ഗ്ലാസ്. ഇവിടെ നമുക്ക് കൂളായിട്ട് കാണാൻ പറ്റും. വീണ്ടും കൊളംബിയൻ ബ്ലാക്ക് സ്പൈഡർ മങ്കി. ഇവിടെ നിന്ന് അവർ വീണ്ടും അവരുടെ എക്സസൈസ് ചെയ്യുന്ന സ്ഥലം, അവർക്ക് റോം അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന പാർക്കിലൊക്കെയാണ് ഇവിടെ കളിക്കുക. ആണ് എല്ലാവരും കൂളായിട്ട് കളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രേറ്റ് ഹോൺഡ് ഔൾ കാണുന്നുണ്ടോ? ഞാൻ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. യെസ്, നന്നായി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊന്നും കൂടി ഇവിടെ ഇതാ ഒരു കോർണറിൽ വിളിച്ചിരിക്കുന്നു, കണ്ട. പിന്നെ നമുക്കിവിടെ കുറച്ചും കൂടി നമ്മുടെ റെഡ് ബെല്ലി ടാമറിൻ ഒരു കുരങ്ങൻ്റെ തന്നെ ഒരു വംശജനമുള്ള ആളാണ്, കണ്ട. ഹൈ, ഇവിടെ മൂന്നെണ്ണം എല്ലാം പറ്റുന്നുണ്ടല്ലോ. നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും ഓടി എത്തിയല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇത് കുറച്ചും കൂടി ഓപ്പൺ സ്പേസ് ആണ്. വീണ്ടും ഒരു കാട്ടിലത്തെ ഉള്ളിലൊക്കെ റെഡ് ബെല്ലി ടാമറിൻ അത് തന്നെയാണ്. ഈ സെയിം അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ കുറേ വെള്ളമുണ്ട്. These fishes bite.
നമ്മൾ വെള്ളത്തിലോട്ടേക്ക് വിരലിടാൻ പാടില്ല, കടി കിട്ടും. ഒന്നും കാണുന്നില്ല, വെറുതെ അല്ല, വെള്ളത്തിൽ കൈയിടണ്ടാ പറഞ്ഞത്. അവിടെ നിന്ന് നമുക്ക് നേരെ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് ഉള്ളിലോട്ടേക്ക് പോവാണ്. ഈ ഉള്ളിലോട്ടേക്കാണ് എനിക്കാണ് റെപ്റ്റൈൽസിൻ്റെ ഒക്കെ സ്ഥലം. യെസ്, റെപ്റ്റൈൽസിൻ്റെ സ്ഥലം. നമ്മുടെ കോമൺ ബോസ് സ്നേക്ക്. ആളുറങ്ങി ഫുഡൊക്കെ അടിച്ചിട്ട്. പിന്നെ ഇത് ഉറുമ്പിൻ്റെ ഒരിത്. കാരണം ഇംഗ്ലണ്ടിൽ ഞാൻ ഇതുവരെയായിട്ട് ഒരു ഉറുമ്പോ ഒരു കൊതുകനോ കണ്ടിട്ടില്ല. മേ ബി അവർക്ക് സൂവിലൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഞാൻ തമാശ അടിച്ചാണ്ടോ ഇതിൽ സത്യമായിട്ട് ഒരു ഇതിനൊന്നും കണ്ടിട്ടില്ല. ഓ, നമ്മൾ ക്രൊക്കഡൈലിൻ്റെ അവിടെ എത്തി. എന്താ ക്രൊക്കഡൈൽ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഉണ്ട് 2 ഉണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഉണ്ടോ? ഇഗ്വാനയുണ്ട്, ഇഗ്വാന, ഗ്രീൻ ഇഗ്വാന നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ. പക്ഷേ ഇഗ്വാന എന്ന് പറഞ്ഞിട്ട് ടോട്ടോയ്സ് ആണല്ലോ. യെസ്, ഇതാ അവിടെ ഇഗ്വാനയുണ്ട്. ഗ്രീനൊന്നുമല്ല, മേ ബി അതിൻ്റെ സ്കിന്ന് ഷെഡ് ചെയ്യേണ്ട ടൈം ആയിരുന്നു. അത് സ്കിൻ ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്കിന്ന് പോയി കഴിഞ്ഞാൽ മേ ബി ഗ്രീൻ ആവുമായിരിക്കും. ഇതാണ് നമ്മുടെ ടോട്ടോയ്സ്. യെല്ലോ ഫൂട്ടഡ് ടോട്ടോയ്സ് എന്നാണ്. രണ്ടും ഒന്നിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ടറന്റുല കുറച്ച് സ്പൈഡേഴ്സ് ഉണ്ട്. നമ്മുടെ വെനമസ് ആണ്. ഇതിൻ്റെയൊക്കെ കടി കെട്ടി കഴിഞ്ഞാൽ പണി കിട്ടും. കുറേ ആൾക്കാർ ഇതിനെ പെറ്റ്സ് വളർത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇത് അലൗഡാണോന്ന് അറിയില്ല. കുറച്ച് രാജ്യങ്ങളിൽ ഇത് അലൗഡാണ് പെറ്റ്സായിട്ട് വളർത്താൻ. ഇവിടെ ആളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ വെനമസ് ടറന്റുല സ്പൈഡേഴ്സ് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് അനാക്കോണ്ടയാണ്. അനാക്കോണ്ടേൻ്റെ യെസ്, വലിയൊരു അനാക്കോണ്ടയുണ്ട്. കാണുന്നുണ്ട വെള്ളത്തിനുള്ളിൽ? ഭയങ്കര കുറച്ച് ഡാർക്കാണ്. പിന്നെ ഇവിടെ വീണ്ടും നമ്മുടെ ബോവ സ്നേക്ക് ഉണ്ട്. പിന്നെ ശരിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ മറ്റേ ലീഫ് കട്ടർ ആൻഡ്സ് ഇത് കണ്ടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഉറുമ്പുകളെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഉറുമ്പിനൊക്കെ കാണാൻ ഭയങ്കര കൗതുകമാണ്. നോക്കിയേ, ഇലയിൽ കിടക്കുന്ന ആൻഡ്സ്. അതിനൊക്കെ ഇവർക്ക് ഭയങ്കര ലീഫ് കട്ടർ ആൻഡ്സ്. അതൊക്കെ ഇവർക്ക് സൂവിൽ കാണണം. നമുക്ക് നാട്ടിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും ആൻഡ്സിന്. ഇത് നമ്മുടെ റെഡ് ടൈൽ ബോവാണ് നമ്മൾ കണ്ടത്. റെഡ് ടൈൽ ബോവ. ഈ ബോവ സ്നേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലയും വാലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അത് കണ്ണും മൂക്കിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസിയേഷനേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്രോക്കഡൈൽ. ഈ ക്രോക്കഡൈൽ ആൾക്കാരായിരുന്നു അവിടെ വന്ന് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നെഗ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഏഞ്ചൽ ഫിഷ് മരുത്ത ഫിഷസിനെ കാണാം, അക്വേറിയം ഫിഷസ്. അതുകൂടാതെ ചെറിയ വേറെ നമ്മൾ അക്വേറിയത്തിലിടുന്ന ഫിഷസ് ഉണ്ട്. ഇല്ല, ഇങ്ങനത്തെ കുറേ ചെറിയ ഫിഷസ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബ്ലാക്ക് പോവ, പിന്നെ ക്യാറ്റ് ഫിഷ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ഇതാ വലിയ മാസീവ് ഫിഷസാണ്. ഓ ഷെറ്റ്, ക്യാറ്റ് ഫിഷിൻ്റെ നീളം നോക്കിയാൽ മോൺസ്റ്റർ ആയിരുന്നു. ഇത് വെറുതെ ഇതിന് മോൺസ്റ്റർ ഫിഷസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലാസ്സിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ദീസ് ഫിഷസ് ബൈറ്റ്. നമ്മൾ വിരലിട്ട് കഴിഞ്ഞാൽ വിരൽ കൊണ്ട് പോകും. അത്രയും വലിയ മോൺസ്റ്റർ ഫിഷസ് ആണിത്. മാസീവാണ്. നമുക്ക് വീഡിയോയിൽ പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ വലിയ മാസീവായി തോന്നില്ല. പക്ഷെ ആ ക്യാറ്റ് ഫിഷ് വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് എൻ്റെ ക്യാറ്റ് ഫിഷ് വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് എൻ്റെ ജീവൻ പോയി. എന്നാൽ അത്രയും വലിയ മാസീവാണ്. ഇപ്പോൾ കാണാൻ പറ്റും ആ ക്യാറ്റ് ഫിഷിൻ്റെ നീളം നോക്കിയേ. ശരി,
ഉണ്ടോ? ഇത് ഫുൾ ഒരേ കളിയാണ് കേട്ടോ. നമ്മുടെ ഈ മങ്കീസ് ജിംനാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജിംനാസ്റ്റിക് തന്നെ, ഒടുക്കത്തെ ജിംനാസ്റ്റിക്. നമ്മുടെ കൊളംബിയൻ സ്പൈഡർ മങ്കീസ് അല്ലേ, കൂൾ, ഫുൾ ജിംനാസ്റ്റിക് ആയിരുന്നു. ആ ടോയ് മങ്കി ഇല്ലേ, മാർമോസെറ്റ്, അത് തന്നെ ഇപ്പം നമുക്ക് ജനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, അത് കാണാൻ പറ്റും. കണ്ട ക്യൂട്ട് ബോയ്. ഹായ്, ഹൗ യു ഡൂയിങ്? ഇത് നമ്മുടെ കോമൺ മാർമോസെറ്റ്. ഇതൊന്നും അവിടെ ക്ലൈംബ് ചെയ്തേക്കുന്ന കണ്ട. ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് വിസിറ്റേഴ്സ് ഇവിടെ അലമ്പാണ്. കണ്ടില്ലേ, ഇവിടുത്തെ ആൾ ഇയാൾ പുക വലിക്കുന്നുണ്ട്. അത് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനാൽ നമ്മൾ സൂവിലാകുമ്പോൾ നമ്മൾ കുറച്ചൊരു ബേസിക് ഇത് നമ്മൾ കാണണം. അതായത് നമ്മുടെ അനിമൽസിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. എന്നാൽ അവർക്ക് കുറച്ച് ഇതാണ്, അവർ ഒരേ പുക വലിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കവിടെ പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആൾക്കാരല്ലല്ലോ അത്. ഉണ്ട്, നമ്മുടെ മൊയിലുകൾ വന്നിട്ടുണ്ട്. അവർക്ക് നമ്മളൊന്നും പേടിയില്ല, നമ്മൾക്കാണ് അവരുടെ പേടിയെന്ന് തോന്നുന്നല്ലേ. അതാണ് അവർ കൂളായിട്ട് ചാടി നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗുനി പിഗ്സ് ഉണ്ട്. ഗിനിയ പിഗ്സും ഗുനി പിഗ്സ് എന്നൊക്കെ പറയും. നമ്മുടെ ലബോറട്ടറിയിലൊക്കെ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ശരിക്കും അത് പാടില്ല. കുറേ പ്രൊട്ടസ്റ്റേഴ്സ് ഗ്രൂപ്പൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയായിട്ട്, അനിമൽ റൈറ്റ്സ് ഗ്രൂപ്പൊക്കെ. പക്ഷെ ഇതാണ് നമ്മുടെ ഗിനി പിഗ്സ് അല്ലെങ്കിൽ ഗുനിയ പിഗ്സ്. ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അത് ജനറസ്ലി അഡോപ്റ്റ് ചെയ്ത് ഗുനി പിഗ്സ് ആണ് ഇവർ സൂകാർ. കണ്ട റാബിറ്റും ഹെയറുമാണ്. അവരുടെ സ്പീഷീസാണ് പെറ്റഗോണിയൻ മാള. These animals are roaming freely in Amazon zoo. അപ്പോൾ അവരെ പ്ലീസ് ഡോണ്ട് ട്രൈ ടു ടച്ച് ദം ഓർ ഫീൽ ദം. ഇവിടെയാണ് അവരുടെ ഹാബിറ്റേറ്റ് യൂഷ്വലി. പക്ഷെ അവർ ഫ്രീ ആയിട്ട് ഈ ഫുൾ സൂവിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബെഞ്ച് ഉണ്ട്. ബെഞ്ചിൽ കുറച്ച് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ആ സെയിം റാബിറ്റിൻ്റെ ആ ഒരു ഇത്. ഇവിടെ ആ ഒരു ഹെയർ ഓയിൽ റാബിറ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന കാണാം. സൂവിൽ തന്നെ വരണമെന്നില്ല. രാത്രിയൊക്കെ ആ പാടത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഓസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. നേരത്തെ ഇപ്പോൾ വെള്ളത്തിലുണ്ടായിരുന്നു, ഇത്രയും നേരം വെള്ളത്തിലുണ്ടായിരുന്നു, അത് കറങ്ങിപ്പോയി. അവിടെ കളിച്ച് നടക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ വരെയായിരിക്കും. ഉണ്ടോ, ഇതാണ് ഓസ്റ്റേഴ്സ്. ഇത് അമേരിക്കൻ റിവർ ഓസ്റ്ററാണ് ഇതിൻ്റെ പേര്. ഒരു വെറൈറ്റി ഫീൽഡ് കണ്ടപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ചാടി വെളിയിലോട്ട് വന്നാണ്ടാ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ട, മെയിനായിട്ട് കരയിലും വെള്ളത്തിലുമാണ് നിൽക്കുക. നമ്മൾ നേരത്തെ കണ്ട റോഡൻസ് ഇതൊക്കെയാണ്. സൗത്ത് അമേരിക്കൻ ടേപ്പറും പിന്നെ KP ഭാര. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട റോഡൻസ്. അവൻ്റെ പേരായിരുന്നു അത്. കാണുന്നില്ലേ? കുറച്ചും കൂടി ഞാൻ സൂം ചെയ്യണം. പിന്നെ ഇവർക്കുള്ളൊരു മെയിനായിട്ടുള്ള ഓപ്പൺ സ്പേസ് ആണിത്. അപ്പോൾ ഇവിടെ തന്നെ ചെറിയൊരു ഇതുണ്ട്, നമ്മുടെ ബെഞ്ചസ്, കുറേ ഫാമിലിയൊക്കെ വേണ്ടി റെസ്റ്റ് എടുക്കാൻ. പിന്നെ ചെറിയൊരു ഹട്ടും. ഭയങ്കര നിലവിളിയാണ്. കൂൾ അടിപൊളിയായില്ലേ ഡക്സ്. കണ്ടോ, ഇവിടെ ഒരു പാരറ്റ് ഉണ്ടോ, നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഫ്രണ്ടിനെ വിളിക്കുന്നത്, അതെന്തോ കുഴിന്ന് എന്തോ എടുക്കുന്നുണ്ട്. തുരങ്കം വേണമെന്നാണോ ഈ സൂന്ന് എസ്കേപ്പ് ആവാനുള്ള തുരങ്കമാണ് അതല്ല വിളിക്കുന്നത്. ആള് വന്ന് വാ എന്നിട്ട് വീണ്ടും നമ്മുടെ ജാഗ്വറിൻ്റെ അടുത്തെത്തി.
എടാ ഉണ്ണിയ, നമ്മൾ പാലക്കാട് ഒറ്റയ്ക്ക് വരുന്നുണ്ടാ? ഉണ്ണിയ, ആ വാ വാ. വേണ്ട എടാ ഉണ്ണിയ, നീ വാടാ, പാലക്കാട് മട്ട അരിച്ചോടെ ചുടിച്ചേരാ വരുന്നാടാ. ആള് ദേഷ്യത്തിലാണ്, ചിലപ്പോൾ ചാടി വരും, പറയാൻ പറ്റില്ല കേട്ടാ, പണി പാടും. ഓക്കെ ബൈ. അവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സെയിം തന്നെയാണ്, ലെപ്പേർഡസ് പാരഡെലിയസ്. ലെപ്പേർഡിൻ്റെ ഒരു മിനിയേച്ചർ കാറ്റ് വേർഷൻ എന്ന് പറയും. ഉണ്ടല്ലേ, ആൾ നമ്മുടെ ജാഗോർ മാതിരി ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. ചെറിയ കാട്ടുപൂച്ചേൻ്റെ ഒക്കെ ഒരിതാണ്, പക്ഷെ നമ്മുടെ ലെപ്പേർഡിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. പ്യൂമ കാറ്റ് തന്നെയാണ് കാണാൻ പോകുന്നത്. പ്യൂമ കാറ്റ് തന്നെ നമ്മൾ ലയൻ്റെ മാതിരിയൊക്കെ ഒരു വലിയൊരു സാധനമാണ്. അത് നമ്മൾ ഒന്ന് കേജിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ദ ബിഗ് വൺ കണ്ടാ, പൂമ കാറ്റോടെ, പൂമ കാറ്റോടെ ഫ്രീ ആയിട്ട് റൂമാവുന്നുണ്ട്. നമ്മുടെ അടുത്തോട്ടേക്ക് വരാൻ പറ്റില്ല, അത് നന്നായി ഉള്ളിലോട്ട് പോയി. ഇതാണ് പൂമ. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പൂമേൻ്റെ ഒരു സ്കൾപ്ചർ മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു ടോർട്ടോയ്സിൻ്റെ ഇതുണ്ട് ഉണ്ടല്ലേ. നമുക്ക് ഇവിടെ നോക്കാം. എൻക്ലോഷർ എംറ്റി, എനിക്കാണ് പുതിയ ആനിമൽസിനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടുള്ളത് സ്പേസ്. ഇത് ബ്ലൂ ത്രോൺ പിപ്പിംഗ് ഗ്വാൻ, ഇതാ കാണുന്നില്ലേ. ഇവിടുത്തെ സൂ വർക്കേഴ്സ് ഇവിടെ വന്നിട്ട്, അവിടുത്തെ സൂ ആൾക്കാർ ഇവിടെ വന്നിട്ട് തന്നെ നമ്മുടെ ഓസ്ട്രിച്ച് മുളത്തറിയേനെ ഫുഡ് കൊടുത്തു. ഫുഡ് കഴിക്കുന്നുണ്ടല്ലേ അവർ ഉണ്ട്. അപ്പോൾ ഇനി സൂവിൻ്റെ സൈഡിൽ കുറേ സ്റ്റോൾസ് ഉണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നമുക്ക് സോവിനേഴ്സും ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കടയിലോട്ടേക്ക് പോകും. കണ്ടോ, ഇവിടെ കുറേ ചെറിയ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. നമുക്ക് പെറ്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സസ് ഉണ്ട്, കസ്റ്റമൈസ്ഡ് ആണ്. അത് നമുക്ക് ഇതേമാതിരി എല്ലി, ജെസിക്ക എന്നൊക്കെ പറഞ്ഞ ഇതേമാതിരി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കോഫി മഗ്സ് എല്ലാം കിട്ടും. കോഫി മഗ്സ് ഇതായിട്ടുള്ള ഉണ്ടല്ലോ, നല്ല കോഫി മഗ്സ് ആണല്ലോ. പിന്നെ ഇവിടെ കുറേ വൈൽഡ് ആനിമൽസിൻ്റെ കീ ചെയിൻസ് ഉണ്ട്, ഗിഫ്റ്റ് കാർഡ്സ് ഉണ്ട്, പോസ്റ്റൽസ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, പെൻസിൽ നമ്മൾ ഹാങ് ചെയ്യാൻ പറ്റുന്ന ആ ടോയ്സുകൾ, ബുക്സ്, ഹോം ഡെക്കോസ് ഉണ്ടല്ലേ. അവിടെ ഡോൾഫിൻസ്, ടേർട്ടിൽസ്, ഓയിസ്റ്റേഴ്സിൻ്റെയൊക്കെ. പിന്നെ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹരമായിരിക്കും. അതിൽ കുറേ ടോയ്സും അതെല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ ഹാങ്ങിങ്സ് മറ്റേ ഇത് കണ്ടില്ലേ, മങ്കീസിനൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ടോയ്സ്. നമുക്ക് ഇവിടെ പാമ്പുകൾ, ക്രോക്കഡൈൽസ്, റെപ്റ്റൈൽസ്, പിന്നെ ഇവിടെ പാരറ്റ്സ്, ഔൾസ്, അതിന് തന്നെ വലിയൊരു ഇതൊക്കെ. എന്തായാലും ഈ സൂവിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ഇതാണ്, ഈ സ്റ്റോളാണ്. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറേ എടുത്തിട്ട് പോകും. അതുകൂടാതെ തന്നെ നമുക്കിവിടെ റിസ്റ്റ് ബാൻഡ്സും ബ്രേസ്ലെറ്റ്സും പിന്നെ കുറേ നമുക്ക് പിന്നെ ജെംസ് പിന്നെ എല്ലായിടത്തും കിട്ടുമല്ലോ. ജെംസ് തന്നെ നമ്മുടെ കല്ലുകൾ, ജെം സ്റ്റോൺസ്. ക്രോമറിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമുള്ള ഇതാണ് ജെം സ്റ്റോൺസ് എല്ലാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ സൂവിൻ്റെയും ലേക്കിൻ്റെ ഒപ്പം ചേർന്നിട്ട് തന്നെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഈ കഫേയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ലഞ്ചും ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ടൊരു ബ്രഞ്ചായിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സൂപ്പ് ഓഫ് ദ ഡേ ആണ്. അത് ടൊമാറ്റോ സൂപ്പ് ആണ് മേടിയാണ് തോന്നുന്നത്. പിന്നെ ഒരു ലോഡഡ് പൊട്ടറ്റോ,
സ്റ്റഫ് പൊട്ടറ്റോ. ഇത് മൊത്തം ബീൻസ് ആണ്, അതായത് നമ്മുടെ ബീൻസും ചീസും കൂടി ആയിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൂവിൻ്റെ വിശേഷങ്ങളെല്ലാം. മറ്റൊരു വീഡിയോയിലായിട്ട് എല്ലാവരും കാണുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിയേഴ്സ്, ബൈ.